അപ്പോ കല്യാണം കഴിച്ച പെണ്ണിനെ കൊണ്ട് ആ ഗുഹയിലേക്ക് പോകാനാണോ നിന്റെ പ്ലാൻ? പിന്നെ എങ്ങോട്ട് പോവും? ഇനി ഒരു ഇത്തിരി കൂടെ സൗകര്യമുള്ള ഫ്ലാറ്റ് കിട്ടുമെന്ന് അന്വേഷിക്കേ. കുടുംബമായിട്ട് കഴിയണ്ടല്ലേ? ഗോപാലേട്ടൻ തന്നെ എവിടെയെങ്കിലും ഒന്ന് അന്വേഷിച്ച് ശരിയാക്ക്. നോക്കട്ടെ, ആ കുട്ടിയുടെ വീട്ടിൽ അറിയിച്ചോ? അറിയിച്ചു. അമ്മയ്ക്ക് ഏട്ടൻ എഴുതിയിട്ടുണ്ട്. അനിത, ഒരു വാക്കെങ്കിലും തനിക്കിനോട് മിണ്ടിക്കൂടെ? ഒരാഴ്ച കഴിഞ്ഞു, അപരിചിതരെ പോലെ നമ്മൾ ഈ വീട്ടിൽ കഴിയുന്നു. ഇതിനൊരു അവസാനല്ലേ? പിന്നെ എന്തിനു താൻ വിവാഹത്തിന് തയ്യാറായി? എന്നെ ശിക്ഷിക്കാനോ അതോ സ്വയം പീഡിപ്പിക്കാനോ? എന്താ തന്റെ ഉദ്ദേശം? ഓ, ഇതുവരെ കളഞ്ഞല്ലേ? To Mr. Chandradas, brutal, but congratulations. Dr. Harikumara Menon. Brutal. അതെ, ക്രൂരത തന്നെയാണ്. But happened. നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഉത്തരവാദികൾ. വിധിയാണ് വിളക്കി ചേർത്തത്. സ്വപ്നത്തിൽ പോലും ഞാൻ ആഗ്രഹിച്ചതല്ല. താനും അതെ. പക്ഷെ ഇപ്പോ നമ്മൾ പരസ്പരം ബാധ്യസ്ഥരാണ്. തന്റെ ഹരിയേട്ടന്റെ ഗ്രേറ്റ്നെസ് ഒന്നും എനിക്കില്ല. ഞാൻ ദേവനോ ഗന്ധർവനോ അല്ല, പച്ച മനുഷ്യൻ, ഒരിടത്തരം മണ്ണാർക്കാട്ടുകാരൻ. എന്നെ എതിർക്കാം, അധിക്ഷേപിക്കാം, പക്ഷെ അവഗണിക്കരുത്. അത് ഞാൻ പൊറുക്കില്ല. അനിത, പടയിലും പന്തയത്തിലും തോറ്റവനാണ് ഞാൻ. ഭാര്യ, കുടുംബം, കുട്ടി, ഈ സങ്കല്പം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എന്റെ ജീവിതമാകെ തനിക്ക് വേണ്ടി പൂത്തു നിൽക്കുന്നു. പൂർണ്ണമായും തനിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഞാൻ തരുന്നതിന്റെ 100 അംശം എനിക്ക് തിരിച്ചു തന്നാൽ എനിക്കത് മതി. അത്രയും കാരുണ്യം എന്നോട് കാണിക്കണം അനിത. കരയരുത്. കരഞ്ഞു തീർക്കാനുള്ളതല്ല നമ്മുടെ ദിവസങ്ങൾ. ആണോ? ഇല്ല, ഇനി ഞാൻ കരയില്ല. ഹലോ, ഇന്ത്യ ടൈംസ്. അതെ, ചന്ദ്രദാസ് ആണ്. ആ, എവിടെന്ന്? ഹോട്ടലിന്റെ പേരെന്താ? റൂം നമ്പർ? ആ, ഞാൻ ഉടനെ വരാം. രാഘവേട്ടാ, രാധ ആകെ മാറിപ്പോയല്ലോ. ജോസഫ് മരിച്ചത് അറിഞ്ഞില്ലേ നീ? അറിഞ്ഞു. പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലല്ലേ? ഏറ്റുമുട്ടലോ? ആ, നിങ്ങൾ പത്രക്കാരങ്ങനെ പറയൂ. പാവായിരുന്നു അവൻ. നമ്മളെക്കാൾ നല്ലവനായിരുന്നു. നമ്മളൊക്കെ പിടിയിലായിട്ടും അവൻ വിപ്ലവം ഉണ്ടാക്കാൻ നടന്നു. 4-5 കൊല്ലം ഒളിവില്. വിപ്ലവം ഒരു വെറും സങ്കല്പമാണെന്ന് മനസ്സിലായപ്പോ അവൻ നേരിട്ട് എന്ന് കീഴടങ്ങി. അതും ഇവള് കൂടി നിർബന്ധിച്ചിട്ട്. ഇവൾക്ക് അവനെ ഇഷ്ടായിരുന്നു. ഇഷ്ടാണെന്ന് വെച്ചാ പിന്നെ അറിയണത് ജോസഫ് ഏറ്റുമുട്ടലി മരിച്ചു എന്നാ. കൊന്നതാടാ അവനെ, തല്ലിക്കൊന്നതാ. എന്നിട്ട് വെടിവെച്ചു. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ജോർജ് തോമസ്, അവന് സർക്കാർ പാരിതോഷികം, ഗുഡ് സർവീസ് എൻട്രി. പക്ഷേ ശരിക്കും ഗുഡ് സർവീസ് എൻട്രി അവന് കിട്ടി. 4-5 ദിവസം മുമ്പ് നമ്മുടെ 3-4 പിള്ളേരും ഇവളും ഒക്കെ കൂടി അവനെ ക്വാർട്ടേഴ്സിലിട്ട് തട്ടി. ഇതാ, പേടിയുണ്ടോ നിനക്ക്? കൊന്നു. ഉറക്കത്തിൽ ആരും അറിയാതെ കൊന്നു. കൊല്ലട്ടെ അവനെ? കൊല്ലണം. ആ, എന്നാൽ അവരത് ചെയ്തു. പക്ഷേ ഇവള് മാത്രമേ ഉള്ളൂ എനിക്ക്. ഇവളെ ഞാൻ പോലീസിന് വിട്ടുകൊടുക്കില്ല. നീ എന്നെ സഹായിക്കണം. രാധ എന്നെ ഏൽപ്പിച്ചിട്ട് രാഘവേട്ടൻ തിരിച്ചുപോയി. ഞാൻ അവൾക്കൊരു ജോലി ഏർപ്പാടാക്കി. സ്ത്രീകൾ നടത്തുന്ന തയ്യൽ കടയിൽ തുന്നൽപ്പണി. കടയുടെ പിന്നിൽ ഇടുങ്ങിയ ഒരു മുറിയിൽ കിടക്കാനിടവും. ശമ്പളം തുച്ഛ. ഒരു നേരത്തെ കാപ്പിക്ക് പോലും തികയില്ല. പക്ഷേ സമയം തള്ളി നീക്കാം. ആരും സംശയിക്കില്ല. കിടക്കാനിടവും കിട്ടും. നിനക്കിപ്പോ പശ്ചാത്തലം തോന്നുന്നുണ്ടോ? ഇല്ല.
പിന്നെ എന്തിനാണ് കുട്ടി ഈ നിരാഹാരം? ജീവിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല. ജോസഫ് എനിക്ക് സ്വസ്ഥത തരില്ല. മറക്കണം, നീ മറക്കണം. നീ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. നീ നഷ്ടപ്പെടുന്നത് കൂടെ സഹിക്കാനുള്ള കരുത്ത് രാഘവേട്ടനില്ല. ആ മനുഷ്യന് വേണ്ടി നീ ജീവിക്കണം. ഭക്ഷണം കഴിക്കാതിരുന്നിട്ടാണ് ഈ വയറുവേദന ഛർദിയൊക്കെ. നമുക്ക് ഡോക്ടറെ കാണാം. വേണ്ട. വയ്യെന്ന് പറയരുത്, വരൂ. കരല്ലേ മോളെ, അങ്ങോട്ട്. അനി മോൾക്കെന്ത് പറ്റി? ഇതെങ്ങനെ മുറിഞ്ഞ? വല്ലാണ്ട് കരയുണ്ടല്ലോ അവള്. അമ്മ വേണ്ട, എന്റെ മോളുടെ കരച്ചിലടക്കാൻ എനിക്കറിയാം. അവളുടെ കരച്ചിലടക്കാൻ മതി. അനി ഇവൾ ആരാന്നറിയോ നിനക്ക്? എനിക്കൊന്നും കേൾക്കണ്ട. ഒന്ന് രണ്ടാഴ്ചയായി ഞാൻ ശ്രദ്ധിക്കണു. നിങ്ങളുടെ ഓരോ ചലനത്തിലും ഉണ്ടൊരു കള്ളത്തരം. പക്ഷെ അത് ഇതിനായിരുന്നെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തിനായിരുന്നു എന്നാ നീ പറഞ്ഞു വരുന്നത്? പിന്നെ ആരാണവൾ? അനേ, ഞാനൊരു ഭർത്താവ് മാത്രമല്ല, ഞാനൊരു പത്രക്കാരനാണ്, കവിയാണ്. മറ്റു പല സാമൂഹ്യ ബന്ധങ്ങളുണ്ട്. അത് നീ മനസ്സിലാക്കണം. എനിക്ക് എന്റേതായ ചില രഹസ്യങ്ങളുണ്ട്. അതൊരിക്കലും നിന്നെയും മോളെയും ബാധിക്കില്ല. അപ്പോ ഞാൻ ഇതൊക്കെ അനുവദിച്ചു തരണം അല്ലേ? അവൾ ഒരു ഭാഗത്ത്, ഞാനൊരു ഭാഗത്ത്. അത്ര ഗതിയോടൊന്നും എനിക്കില്ല. മംഗലശ്ശേരി ഗോവിന്ദമേനോന്റെ മകളാ ഞാൻ. ഞാൻ തിരിച്ചു ചെന്ന് എന്റെ അച്ഛനോട് മാപ്പ് എന്നൊരു വാക്ക് പറഞ്ഞാ മതി. എന്നെ തുടങ്ങി മംഗലശ്ശേരി പുരാണം. ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. നീ അറിയണം അവൾ ആരാണെന്ന്. മാത്രമല്ല, നീ അവളെ സഹായിക്കുകയും വേണം. ഹലോ, ഇന്ത്യ ടൈംസ്. യെസ്, ചന്ദ്രദാസ് സ്പീക്കിംഗ്. What? Is it true, sir? No, nothing, sir. ഗോപാലേട്ടാ, രാധയെ അറസ്റ്റ് ചെയ്തു എന്ന് ആര് പറഞ്ഞു? എഡിറ്ററിനെ വിളിച്ചു പറഞ്ഞു. കൺട്രോൾ റൂമിൽ നിന്ന് കിട്ടിയ മെസ്സേജാ. രാധ എന്നൊരു മലയാളി നക്സലൈറ്റ് പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തു. വേഗം പോയി ന്യൂസ് കവർ ചെയ്യാൻ. ഓ ഗോഡ്. അതിന് ഇത്ര ഹോട്ട് ടെമ്പേർഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. കൊലപാതകം ചെയ്തിട്ട് എത്ര നാളിങ്ങനെ ഒളിച്ചു കഴിയാൻ പറ്റും? എനിക്ക് എന്റെ കുഞ്ഞും എന്റെ ഭർത്താവും എന്റെ ജീവിതവും വലുത്. വേറൊന്നും ഞാൻ ആലോചിക്കാറില്ല. സ്വന്തം വീട്ടുകാരെ പോലും വെറുപ്പിച്ച് ജീവിക്കേണ്ടി വന്നവളാ ഞാൻ. ചോദിച്ചതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറണ്ട. അത് തന്നെയാ പറഞ്ഞത്. വേറൊന്നും എന്നോട് ചോദിക്കരുത്. എനിക്കറിയണം. ഞാനും ഗോപാലേട്ടനും നീയുമല്ലാതെ മറ്റാർക്കും ഇതറിയില്ല. പേര് വെളിപ്പെടുത്താത്ത ഒരു സ്ത്രീയാണ് ഇൻഫർമേഷൻ കൊടുത്തതെന്നാണ് കൺട്രോൾ റൂമിൽ നിന്ന് പറഞ്ഞത്. ഞാൻ സംശയിക്കുന്നു, അല്ല വിശ്വസിക്കുന്നു, ഒറ്റുകാരിയായ സ്ത്രീ നീയാണെന്ന്. ആണെങ്കിൽ ഇവിടെ തീരും നാം തമ്മിലുള്ള ബന്ധം. പറയടി. ഞാൻ തന്നെയാണ്. വാക്കുകൊണ്ട് പോലും നിന്നെ വേദനിപ്പിക്കാൻ കഴിയാത്തവനായിരുന്നു ഞാൻ. അന്ധമായ ആർത്തിയോടാണ് നിന്നെ ഞാൻ സ്നേഹിച്ചത്. എന്റെ വിശ്വാസങ്ങളെ നീ വഞ്ചിച്ചു. നിനക്കെന്നെ മനസ്സിലായില്ല, എന്റേതാകാൻ കഴിഞ്ഞില്ല. ഇനി നീ മാത്രമാണ് മംഗലശ്ശേരി ഗോവിന്ദമേനോന്റെ മകൾ. ഞാനൊരമ്മയാണ്, ഭാര്യയാണ്. വിപ്ലവത്തിന്റെ ഒക്കെ പേരും പറഞ്ഞ് വീണ്ടും നാശത്തിലേക്ക് പോയ ഞങ്ങൾക്ക് പിന്നെ ആരുണ്ട്? എടീ, ആദ്യം മനുഷ്യ സ്ത്രീയാവും. മനുഷ്യനെ കുറിച്ച് പഠിക്കുക. കണ്ണീരിന്റെ ഉപ്പും സ്നേഹത്തിന്റെ ചൂടും മനസ്സിലാക്കുക. എന്നിട്ട് ഭാര്യയും അമ്മയാവും. ഇപ്പൊ നീ കാണിക്കുന്നത് വെറും പ്രിട്ടൻഷനാണ്, നാട്യം, കാപട്യം. എന്നോട് ക്ഷമിക്കണം. ക്ഷമയോ? നീ മറ്റൊരാളുമായി ശരീരം പങ്കുവച്ചു എന്നറിഞ്ഞാൽ ഞാൻ ക്ഷമിക്കും. എന്റെ അമ്മുവിന്റെ അച്ഛൻ ഞാനല്ലെന്നറിഞ്ഞാൽ പോലും ഞാൻ ക്ഷമിച്ചേ. പക്ഷെ ഇത് നീ എന്നെ അടിമുടി തകർത്ത് കളഞ്ഞു.
നമ്മൾ അപരിചിതരായ രണ്ട് മനുഷ്യർ, ഒരിക്കലും ചേരാത്തവർ. അതായിരുന്നു അവസാനം. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഒരിക്കൽ പോലും. കേരള പോലീസ് എത്തി രാധയെ കൊണ്ടുപോകുന്നതുവരെ എന്നെയും കസ്റ്റഡിയിലെത്തി ചോദ്യം ചെയ്തു, കുറ്റവാളിക്ക് ഒത്താശകൾ ചെയ്തു കൊടുത്തതിന്. പത്രത്തിന്റെ സ്വാധീനം കൊണ്ട് കേസാവാതെ ഞാൻ ഒഴിവായി. തിരിച്ച് ഫ്ലാറ്റിലെത്തുമ്പോൾ അനിതയില്ല, എൻ്റെ മോളുമില്ല. ഒരു കുറിപ്പ് മാത്രം, നാട്ടിലേക്ക് പോകുന്നു. അന്നൊട്ടും ദുഃഖം തോന്നിയില്ല, അനിവാര്യമായത് സംഭവിച്ചു, അത്ര തന്നെ. പക്ഷെ പിന്നീട് എൻ്റെ അമ്മുവിൻ്റെ ഓർമ്മകൾ എന്നെ അലട്ടാൻ തുടങ്ങി. നഷ്ടബോധം എൻ്റെ ഉറക്കം കെടുത്തി. എനിക്ക് മനസ്സിലായി, നിഷേധിക്കാനാവാത്ത വിധം ഞാൻ അനിതയെ സ്നേഹിച്ചിരുന്നു. ഞാൻ നാട്ടിലെത്തി, പക്ഷെ വൈകിപ്പോയിരുന്നു. അപ്പോഴേക്കും ഡോക്ടർ ഹരികുമാറിൻ്റെ ഭാര്യയും മകളുമായി അവർ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ചന്ദ്രദാസ് എന്ന മനുഷ്യൻ്റെ ജീവിതം ഇവിടെ തീരുന്നു. പിന്നെ കാവ്യ ജീവിതമായിരുന്നു. എഴുത്ത് മാത്രം. എല്ലാവരിൽ നിന്നും അകന്ന് തികച്ചും ഒറ്റപ്പെട്ട് പോയ വസന്തങ്ങൾക്കും ഇലകൾക്കും മഴത്തുള്ളികൾക്കും വേണ്ടി തിരഞ്ഞുകൊണ്ട് കുറ്റബോധത്തിന്റെ കനൽ വഴികളിലൂടെ വിഴുപ്പുകൾ അലക്കി അലക്കി കുരിശു ചുമന്നുകൊണ്ടുള്ള യാത്ര. അതിനിടയിൽ അവിശ്വസനീയമായ ഒരു സ്വപ്നം പോലെ അവൾ, എൻ്റെ അമ്മു. എനിക്ക് കാണണം എൻ്റെ കുഞ്ഞിനെ. അവളെന്നെ ഒരിക്കലെങ്കിലും അച്ഛ എന്ന് വിളിക്കണം. ഒരിക്കലല്ല, 1000 വട്ടം വിളിക്കും. ഇല്ല, അവർ സമ്മതിക്കില്ല. എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും അവർ അനുവദിക്കില്ല. ആര്? കന്യാസ്ത്രീകളോ? തനിക്ക് തന്റെ മോളെ കണ്ട് സംസാരിച്ച പോരെ? സത്യം അവൾ അറിയണം. ഞാൻ ഏറ്റുന്ന്. അരമണിക്കൂറെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ് അവളെ. ഇപ്പൊ മണിക്കൂർ 1 മേട്ടൻ എന്നെ കൊല്ലും. മറ്റന്നാ പരീക്ഷ തുടങ്ങാ. ഈശ്വര, ഇത് വലിയ ചതിയായിപ്പോയി. ആരെങ്കിലും അറിഞ്ഞാ ഇനി പിന്നെ ഒരിക്കൽ സംസാരിക്കാം സാർ. അതാണ് കഥ. ഈ കഥ ഇപ്പൊ എന്തിനാ എന്നോട് പറയണത്? അതോ, ആവശ്യമുണ്ട്, പറയാം. അങ്ങനെ ഈ കഥ അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വേർപെട്ടു പോയെങ്കിലും വളരെ യാദൃച്ഛികമായി 10-15 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കഥാനായകൻ മകളെ കണ്ടെത്തുകയാണ്. മകളുടെ പ്രതികരണം എന്തായിരിക്കും? അതിപ്പോ ഞാനെങ്ങനെ പറയാ? അത് ഹരിതയ്ക്കേ പറയാൻ പറ്റൂ. എനിക്ക് കഥയൊന്നും അറിയില്ല. അതെ, അറിയാത്ത കഥയാണല്ലോ അറിയേണ്ടത്. ഈ കഥയിലെ എല്ലാവരും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അവരെ ഹരിത അറിയും. അവരുടെ ഒരു മുൻകാല ചിത്രം കാണിച്ചു തരട്ടെ. ഇപ്പൊ മനസ്സിലായില്ലേ കഥ? അമ്മു. ആ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയുടെ പേരാണ് അമ്മു. ഇന്ന് അവളുടെ പേര് ഹരിത. ആരാണ് നിങ്ങൾ? എന്റെ അമ്മുവിന്റെ അച്ഛൻ. ഞാൻ അമ്മുവല്ല. ഹരിത. ഹരിത മേനോൻ, ഹരികുമാര മേനോന്റെ മകൾ. കള്ളാണ് നിങ്ങൾ പറയുന്നത്. കള്ളാണ്.
ഇങ്ങനെ ഒരു പ്രതികരണം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ആകെ കൊള്ളായല്ലോടൂ. ഇതേ ഇടപെട്ടാ പിന്നെ കോളല്ലാതെ പിന്നെ എന്താ ഉണ്ടാവുക? തന്നോട് ചോദിച്ചില്ല. ഓ, കേട്ടതിന് ഉത്തരം ആർക്കും പറയാം. വിളിക്കാണ്ട് പോടും അപ്പുറത്ത്. കാര്യം വിവരവും സന്ദർഭവും ഒന്നും മനസ്സിലാക്കാണ്ട് ഓരോ വിഡിത്തങ്ങൾ എഴുന്നള്ളിക്കുക. ഇനിയിപ്പോ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് വിളിച്ചാണ്ടല്ലോ ഈ കീഴ്ശേരിയുടെ സ്വഭാവം മാറും. കീഴ്ശേരി തെറ്റാ മേഡം. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്ക് നിരാശയില്ല. ഉൾക്കൊള്ളാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ സത്യം എനിക്കോ അവൾക്കോ ഈശ്വരനോ പോലും നിഷേധിക്കാൻ കഴിയില്ല.